ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുൻപേ എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തായിരുന്നു. സോ അത് അന്ന് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കാരണം അധികം വ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ആരും കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. സോ അന്നത്തെ ആ ഒരു സ്റ്റോറി ഞാൻ ഒന്നും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോഴെങ്കിലും കുറച്ച് പേരെങ്കിലും കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഡെലിവറി എടുക്കുന്നവർക്കും അതേപോലെ അമ്മയായിരിക്കുന്നവർക്കൊക്കെ അവർ ഒരുപാട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ്, ഡെലിവറി എക്സ്പീരിയൻസ്. സോ ഇന്ന് എൻ്റെ ഒരു ഡെലിവറി എക്സ്പീരിയൻസ്, ഫസ്റ്റത്തെ ഡെലിവറി എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സെക്കൻഡ് പ്രഗ്നൻ്റ് ആണ്. നെക്സ്റ്റ് മന്ത് ലാസ്റ്റാണ് എൻ്റെ ഡെലിവറി ഡേറ്റ് തന്നിരിക്കുന്നത്. സോ അതിനെക്കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റ്സും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും കേട്ടോ. സോ നമുക്ക് നേരെ വീഡിയോയിലൂടെ. അപ്പോൾ കഥ തുടങ്ങുന്നത് ഫെബ്രുവരി 2023. കഥ തുടങ്ങുക മീൻസ് എനിക്ക് വേദന വരുന്നത് അതിന് മുന്നേ ഒരു ജൂണിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. എൻ്റെ പ്രഗ്നൻസി ജേണി എന്ന് പറയുന്നത് ഒക്കെ ഹെൽത്തി ആയിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഹെൽത്തി പ്രഗ്നൻസി ജേണി തന്നെയായിരുന്നു. സോ അതിനെക്കുറിച്ച് അത്ര പറയാനൊന്നുമില്ല. അവസാനത്തെ മാസം എന്ത് സംഭവിച്ചു, വേദന വന്ന് എങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്. അപ്പോൾ എനിക്ക് ഫെബ്രുവരി 23, അതായത് ഞാൻ പ്രഗ്നൻസി ചെക്കപ്പ് ഒക്കെ നടത്തിയിരുന്നത് ഇവിടെ ആയിരുന്നു, ഐ മീൻ തമിഴ്നാട്ടിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. സോ ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ. അപ്പോൾ ഇവിടെ നിന്നായിരുന്നു എല്ലാ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അതായത് ഒരു 8 മാസം വരെ ഇവിടെയാണ് ചെക്കപ്പിനും കാര്യങ്ങളൊക്കെ പോയി വരുന്നത്. അതിന് ശേഷം പിന്നെ നാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു, തൊടുപുഴ. അങ്ങനെ നാട്ടിലേക്ക് ഞങ്ങൾ പോയി. ഡെലിവറി അവിടെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാട്ടിലേക്ക് ഞങ്ങൾ പോയി. എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് ഫെബ്രുവരി 24 പക്ഷേ അവിടെ ചെന്നിട്ട്, നാട്ടിൽ ചെന്നിട്ട് ഡോക്ടറെയൊക്കെ കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഫെബ്രുവരി 27 വന്നിട്ട് അഡ്മിറ്റ് ആയിക്കോളൂ പറഞ്ഞു. ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നാൽ പോലും ഞങ്ങൾ ഡെലിവറിക്കായിരുന്നു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുവരെയൊക്കെ ഡോക്ടറിൻ്റെ വീട്ടിലായിരുന്നു പോയിക്കൊണ്ടിരുന്നായിരുന്നത്. അതായത് നമ്മൾ പ്രൈവറ്റ് പോലെ ഡോക്ടറിൻ്റെ വീട്ടിൽ പോയിട്ട് ഡോക്ടർ എഴുതി തരുന്ന സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് തന്നെ എടുത്തു കൊടുത്ത് ഡോക്ടറെ പോയി കാണിക്കും. അങ്ങനെയായിരുന്നു വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസവത്തിനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത്. അങ്ങനെ 22 ഡോക്ടറെ ഞങ്ങൾ ലാസ്റ്റത്തെ ഒരു വിസിറ്റിന് പോയപ്പോഴാണ് 22 ഡോക്ടർ പറയുന്നത് 27 വന്ന് അഡ്മിറ്റ് ആയിക്കോളൂ. അങ്ങനെ 22 ഓക്കെ പി വിയും കൂടി ചെയ്തിട്ടാണ് വീട്ടിലേക്ക് വിട്ടത്. 23 രാവിലെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പി വി ചെയ്തതിൻ്റെ ക്ഷീണമോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ പിന്നെ എല്ലാ ദിവസവും ഞാൻ വാക്കിങ് ചെയ്തായിരുന്നു. ചിലപ്പോൾ എല്ലാ ദിവസവും ഇനിയിപ്പോൾ 23 ആണെങ്കിൽ ഞാൻ ഇച്ചിരി ഓവറായിട്ട് നടന്നു വാക്കിങ്. ഇനി അധിക ദിവസമല്ലല്ലോ, ഒരു 27 അല്ലേ ഡെലിവറി ഡേറ്റ് എന്നാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് എങ്ങാണ്ട് വേദന വീട്ടിൽ നിന്ന് വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ള ആ ഒരു മട്ടിൽ ഞാൻ നല്ലപോലെ രാവിലെ വാക്കിങ് ചെയ്തായിരുന്നു. 23 ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ക്ഷീണം വന്നു. ഞാൻ അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റ് പിന്നെ പോയിട്ട് വൈകുന്നേരം കഴിയുമ്പോഴത്തേക്കും ഒന്ന് പോയി കുളിച്ച് പിന്നെയും കടത്തം തന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കട്ടിലിൽ പോയി കടന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫസ്റ്റത്തെ ഒരു ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് ബാക്കിലായിരുന്നു. ബാക്ക് പെയിൻ പോലെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ചെറുതായി ബാക്കിൽ പെയിൻ വന്നിട്ട് പിന്നെ അത് പോകും. അതായത് പെയിൻ വരും, അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാട്ടോ അടുത്ത പെയിൻ വരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാവരെ പോലെ തന്നെ ഞാനും ഇങ്ങനെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് എല്ലാം കാണുമായിരുന്നു. പ്രഗ്നൻസി സ്റ്റോറി, മറ്റുള്ളവരുടെ സ്റ്റോറിയൊക്കെ കേൾക്കുമായിരുന്നു. ഇങ്ങനെയാണ് ഡെലിവറി പെയിൻ വരുന്നത്, അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോ ഞാൻ കാണുമായിരുന്നു. അത് ഞാൻ കണ്ടത് ആ ഒരു സമയത്ത് എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ തോന്നുന്നു. കാരണം എനിക്ക് പിന്നെ ആ ഒരു വേദന എനിക്ക് മനസ്സിലായി, ഈശ്വര ഇത് ഇനിയിപ്പോൾ ഡെലിവറി പെയിൻ ആവോച്ചിട്ട് ഞാൻ പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയിരുന്നു നൈറ്റ് 23. അപ്പോൾ പിന്നെ അവർ അപ്പോഴത്തന്നെ ശരി ആയിക്കോട്ടെ പോവാ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 ദിവസം മുന്നേ ഹോസ്പിറ്റൽ ബാഗൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ആ ബാഗ് കൊടുത്തിട്ടാണ് ഞങ്ങൾ നൈറ്റ് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പി വി ചെക്ക് ചെയ്തു പോയി ഇടാൻ. എനിക്ക് ഡോക്ടർ അന്ന് ഫസ്റ്റത്തെ പി വി ചെക്ക് ചെയ്തപ്പോൾ അത്ര വേദന ഉണ്ടായിരുന്നില്ല. പക്ഷേ നഴ്സുമാർ പി വി ചെക്ക് ചെയ്തപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പി വി ഒക്കെ ചെക്ക് ചെയ്തു. പി വി ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഒന്നും ആയിട്ടില്ല എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. പക്ഷെ അങ്ങനെയില്ല, അവർ അഡ്മിറ്റ് ആക്കുക പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ആക്കി വാർഡിൽ പോയി കിടന്നു. അങ്ങനെ ഞാൻ പോയി അവിടെ കിടന്നു.
പിന്നെ ഇടയ്ക്ക് അവർ നൈറ്റ് പിന്നെയും വിളിപ്പിച്ചു, PV ചെക്ക് ചെയ്തു, ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു കയറുന്നു. അങ്ങനെ മൂപ്പര് 24-ാം തീയതി വെളുപ്പിനെ ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ 24-ാം തീയതി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക തന്നെയായിരുന്നു. അവർ പറഞ്ഞു നടന്നോളാൻ പറഞ്ഞു. ആദ്യം അവർ എനിമ തന്നിട്ട് പിന്നെ ഒന്നും കഴിക്കേണ്ട പറഞ്ഞു 24-ാം തീയതി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എന്നെ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അയ്യോ ഇനി കഴിക്കാലോ പറഞ്ഞിട്ട് ഞാൻ ഫുഡ് നല്ലപോലെ ഒന്ന് അടിച്ചു കയറ്റി. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നു. എന്നിട്ട് ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ വേറെ ആൾക്കാർ ചോദിക്കുക അതെന്താ ഒന്നും ആയില്ലേ, എത്രയായി ഈ കൊച്ചിങ്ങനെ നടക്കണമെന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കുക. അതാണെങ്കിൽ എൻ്റെ വീട്ടുകാരാണെങ്കിൽ നടക്കുന്നു പറഞ്ഞു. ശരി പോയി കടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കടന്നു. അങ്ങനെ 24-ാം തീയതി നൈറ്റ് ആയപ്പോൾ എനിക്ക് അതുവരെയും ആ ഒരു പെയിൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ നിന്ന് എന്ത് പെയിനാണോ വന്നത്, ചെറുതായി ഇടുപ്പ് വേദനിക്കും പോവും, പിന്നെ ചെറുതായി വന്ന് ഇടുപ്പ് വേദനയ്ക്ക് പോവും, അങ്ങനെയായിരുന്നു. പക്ഷേ 24-ാം തീയതി ഒരു നൈറ്റൊക്കെ കഴിയപ്പോഴത്തേക്ക് ഈ ഇടുപ്പ് വേദന ഭയങ്കര കൂടുതലായി. എനിക്ക് ഉറങ്ങാൻ പറ്റാതൊക്കെ ആയി. ലേബർ റൂമിൽ പോയി. ലേബർ റൂമിൽ എൻ്റെ അമ്മച്ചി വന്നു, ബാക്കൊക്കെ ഇങ്ങനെ ഉഴിഞ്ഞു തന്നു. എന്നിട്ടും നോ രക്ഷ. ഞാൻ അന്ന് ആരും കിടത്തവർക്കില്ല കേട്ടോ, പാവം. അന്ന് പഠിക്കാൻ വന്ന 2 പിള്ളേരുണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് നേഴ്സുമാർ. അപ്പോൾ അവരെ ഞാൻ നല്ല ശല്യം ചെയ്തിട്ടുണ്ട് നേഴ്സുമാരെ. ഒഴിഞ്ഞതായി പറഞ്ഞിട്ട് ഞാൻ ഓർക്കത്തില്ല ഞാനിതൊക്കെ പറയുന്നത്. എനിക്ക് അത്രയും വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ എണീറ്റ് നിന്ന് പെയിൻ മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു തന്നു. അങ്ങനെ 25-ാം തീയതി രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കും അമ്മച്ചി കരഞ്ഞ് ഡോക്ടറോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇന്നത്തെ ദിവസമെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ കൊച്ചൊന്ന് പ്രസവിച്ച് കാണണേ പറഞ്ഞു ഡോക്ടറോട്. അങ്ങനെ ഡോക്ടർ വന്നു. പിന്നെ ഡോക്ടർ നമ്മുടെ PV പോലെ ചെയ്തിട്ട് നമ്മുടെ വെള്ളം പൊട്ടിച്ച് കളയുക ചെയ്തത്. ചിലരോടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വെള്ളം ഇങ്ങനെ വീട്ടിൽ നിന്ന് ഡ്രോപ്പായി പോകുന്നു, വാട്ടർ ഡ്രോപ്പിംഗ് ആവുന്നു. പക്ഷേ എനിക്ക് അങ്ങനെയായിരുന്നില്ല. എനിക്കൊക്കെ അവർ തന്നെ സ്വയം വെള്ളം പൊട്ടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവരുള്ള കൈയിട്ട് എന്തൊരു സാധനം വെള്ളം പൊട്ടിച്ചു, അങ്ങനെ എന്തോ വെള്ളം അങ്ങോട്ട് പോയ പോലെ എനിക്കൊരു ഫീൽ ചെയ്തു, ഒരുപാട് വെള്ളം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ 2 കയ്യിലും കൂടി ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടു. ഒന്നും കൂടി വേദന വരാൻ വേണ്ടിയിട്ടുള്ള ട്രിപ്പ് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ട്രിപ്പ് ഇട്ടപ്പോഴത്തേക്ക് ഒരു 10-10:30 ആയപ്പോഴത്തേക്കും എനിക്ക് വരാൻ തുടങ്ങി വേദന. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതുവരെ ഞാൻ അനുഭവിച്ച ഒന്നുമല്ല സത്യമായിട്ടും. എൻ്റെ പൊന്നു മക്കളെ, വേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയല്ല കേട്ടോ. കാരണം എല്ലാവരും ഈ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകേണ്ടവർ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചിരി അധികം വേദന അനുഭവിച്ചു എന്ന് ചോദിച്ചു. അത്രയും വേദന ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ സ്വയബോധമില്ലാതെ അവിടെ പെരുമാറാൻ തുടങ്ങി ലേബർ റൂമിൻ്റെ ഉള്ളിൽ കേട്ടോ. അതിന് മുന്നേ 25-ാം തീയതി രാവിലെ ലേബർ റൂമിൽ കയറുന്നതിൻ്റെ മുന്നേ ഹസ്ബൻഡിനെ എല്ലാവരും കണ്ടിട്ടാട്ടോ ഞാൻ ഉള്ളിൽ കയറിയത്. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേദന നല്ല വരാൻ തുടങ്ങി. നല്ല പറഞ്ഞാൽ നല്ല. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് നടക്കുക, അങ്ങോട്ട് പോവുക. അവരോട് ഞാൻ പറയാം എനിക്ക് ബാത്റൂം പോകണം. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ പോകാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തോളൂ. അത് കഴിഞ്ഞതിന് ശേഷം സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. 12 മണിയായി, 1 മണിയായി, 2 മണിയായി, അങ്ങനെ 2, 2:30, 3 പകൽ ടൈമാട്ടോ. 25-ാം തീയതി പകൽ ടൈം. 24-ാം തീയതി കഴിഞ്ഞ് 25-ാം തീയതി കേട്ടോ. ഇതിൽ ഞാൻ മുൻപേ ഡേറ്റ് മാറിയെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. 25-ാം തീയതിയാണ് കുഞ്ഞുണ്ടാവുന്നത്. അപ്പോൾ 25-ാം തീയതി നടക്കുന്ന കാര്യമാണിത്. അങ്ങനെ നല്ല പെയിൻ വരാൻ തുടങ്ങി. നല്ല പറഞ്ഞു കഴിഞ്ഞാൽ നല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ ലേബർ റൂമിൽ തന്നെ ഒരുപാട് പേഷ്യൻസിനെ ഇങ്ങനെ കടത്തും ഡെലിവറിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഞാനന്ന് പോയി കിടന്ന ടൈമിൽ ഒരാളുണ്ടായിരുന്നില്ല. എല്ലാ ഗർഭിണികളും ഇങ്ങനെ വരും, വന്ന് PV ചെയ്തിട്ട് അവരിങ്ങനെ പറഞ്ഞുവിടും. അപ്പോൾ എൻ്റെ അലർച്ച കേട്ടിട്ട് ഈ വരുന്നവരെല്ലാം പേടിക്കുമായിരുന്നു. വരുന്ന ലേഡീസ് എല്ലാം ഭയങ്കര ഭയത്തോടെ എന്നെ നോക്കുമായിരുന്നു. കാരണം എൻ്റെ അലറലും കാട്ടിക്കൂട്ടലും കണ്ടിട്ട് അവരെന്നെ പേടിച്ചിട്ട് പോവുക. അവർ PV ചെയ്യാൻ വിളിക്കുന്നതാണ് ആക്ച്വലി. സോ എന്നെ കണ്ടിട്ട് ഭയങ്കര പേടിച്ചു. ഞാനങ്ങനെയായിരുന്നല്ലോ അവിടെ കാട്ടിക്കൂട്ടിയായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവർ പറഞ്ഞു പുഷ് ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സകല ശക്തി എടുത്ത് ഒരു പുഷ് ചെയ്യലുണ്ടായി. പുഷ് ചെയ്യൽ കഴിഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് പറയാം ഇനിയിപ്പോൾ പുഷ് ചെയ്യണ്ടാകും എങ്ങനെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു അതെന്താ ഒന്നും ആയില്ലേ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുറച്ചുകൂടി കഴിയും പറഞ്ഞു.
പിന്നെയും വേദന അനുഭവിച്ചും കൊണ്ടേ ഇരിക്കുക. പിന്നെ എനിക്ക് തന്നെ നല്ല പുഷ് ചെയ്യാനുള്ളൊരിത് വന്നിട്ടോ. അവർ നേരത്തെ പുഷ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് അത്ര പുഷ് ചെയ്യാൻ അങ്ങോട്ട് തോന്നിയിരുന്നില്ല. പക്ഷെ പിന്നീട് നമുക്ക് തന്നെ സ്വയം പുഷ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും എന്ന് പറയില്ലേ, അതുപോലെ എന്തോ ഒരു സംഭവം ഇങ്ങനെ മുക്കി പോണ പോലെ പോകണം എന്നുള്ള ഒരു ഇതിൽ നമുക്ക് ബാത്റൂം പോകാനൊക്കെ അങ്ങനെയല്ല, ഒരു വല്ലാത്തൊരു തന്നെ അത് പുഷ് ചെയ്യാൻ തോന്നുന്നത്. അങ്ങനെ ഒരു 3:11 ആയപ്പോഴത്തേക്കും അവരെല്ലാവരും ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു. എല്ലാ നേഴ്സുമാരും ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് ഹായി ഇനി കാല് നേരെ ഇങ്ങനെ വെക്കാൻ പറഞ്ഞു. എന്താ തൊട അങ്ങനെ ഒരു കമ്പിയുടെ മുകളിലേക്ക് കയറ്റി വെക്കാൻ പറഞ്ഞു, ഒരു കാല് ഇങ്ങനെ. അങ്ങനെ ഞാൻ 2 തൊടയുടെ താഴെ അങ്ങനെ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ പിടിച്ച് അവർ പറഞ്ഞു നന്നായിട്ട് ഇനി ഒന്നും നോക്കണ്ട, പുഷ് ചെയ്തോളാം. അങ്ങനെ ഞാൻ നല്ല പുഷ് ചെയ്തു, വന്നില്ല. പിന്നെയും പുഷ് ചെയ്തു, നോ. പിന്നെ ഇത് പുഷ് ചെയ്യലും അവർ ആ താഴെ ആ കട്ടിയില്ലേ, എപ്പിസോട്ടമി കട്ടിയിലും ഒരുമിച്ചായിരുന്നു. പിന്നത്തെ പുഷിയിലും കട്ടിയിലും ആ കട്ടിയിൽ അവരിങ്ങോട്ട് തല ഇങ്ങോട്ട് പിടിച്ചിട്ട് കൊച്ചിന് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് എന്തോ ഒരു സുഖം അങ്ങനെ അങ്ങോട്ട് എടുത്ത് എൻ്റെ വയറിൻ്റെ മേലേക്ക് അങ്ങോട്ട് വെച്ച് തന്നപ്പോൾ ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് നോക്കിപ്പോയി. താഴത്തേക്ക് നോക്കിയില്ല, കാരണം എന്തോ ഒരു ചൂടുള്ള സാധനം എൻ്റെ വയറിൽ വന്ന് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയില്ല, ഇങ്ങനെ നോക്കി കിടന്നു. അങ്ങനെ ഒരു മൈൻഡായിരുന്നു എൻ്റെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ അണ്ടറടിച്ച പോലെ കിടക്കുമായിരുന്നു. അയ്യോ ഇപ്പം എന്തൊരു സുഖമെന്നറിയോ ആ വയറ് കൊച്ചു പോന്നപ്പോഴേ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് പറഞ്ഞറിയിക്കുക, അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റൂലേ. സത്യമായിട്ട് ഇതാട്ടോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ കൊച്ചിനെ അവർ കൊണ്ടുപോയി തുടപ്പിച്ചു, വെയിറ്റൊക്കെ നോക്കി, എല്ലാം നോർമലായിരുന്നു. 3,100 അത്ര ഉണ്ടായിരുന്നു കൊച്ച്, 3,100 ഉണ്ടായിരുന്നു. അങ്ങനെ കൊച്ചിന് എന്ത് കൊച്ചാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പെങ്കൊച്ചാന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് പെങ്കൊച്ചിനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയല്ല, എന്ത് കൊച്ച് കിട്ടിയാലും നമ്മുടെ കൊച്ചു തന്നെയാണ്. പക്ഷേ മൂപ്പർക്ക് പെൺകുട്ടികളോട് ഇത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം എനിക്ക് അവരുടെ ഒരു റിയാക്ഷൻ കാണാനായിരുന്നു ആഗ്രഹം, പക്ഷെ അത് പറ്റില്ലല്ലോ. അങ്ങനെ കൊച്ചിനെ എൻ്റെ അടുത്ത് കൊടുന്നു. ഫസ്റ്റ് തന്നെ നമ്മുടെ ഇങ്ങനെ കൊടുന്ന് തന്നു. ഞാനിങ്ങനെ ഉമ്മയൊക്കെ വെച്ച് നല്ല സോഫ്റ്റ് ആയിരുന്നു ടച്ചസ്. അയ്യോ നല്ല ഗുണ്ടു മുടിയൊക്കെ നിറച്ച് മുടിയായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. അതിപ്പോഴും അടിപൊളിയായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു എഴുന്നേക്കലുണ്ടായിരുന്നു അവിടുന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ലോകം പുതിയൊരു ജന്മം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഇതായിരുന്നു എനിക്ക് ഫീല്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല പോലെ വിറയിൽ വന്നു. ഞങ്ങളിങ്ങനെ വറയ്ക്കുക, പനി വന്ന പോലെയൊക്കെ. എന്നിട്ട് ഞാൻ പറഞ്ഞു പുതപ്പ് കൊണ്ടുതരാം. അങ്ങനെ പുതച്ച് മൂടി ഇങ്ങനെ കിടന്നു, നല്ല വറക്കലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചായയും ഒരു ബന്നും കഴിച്ചു, സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയല്ലേ നമ്മുടെ ഡെലിവറി സ്റ്റോറി. പിന്നെ അവിടുന്ന് ഡിസ്ചാർജ് ആയതും കാര്യങ്ങളും അതൊക്കെ പിന്നെ വേറെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഇതിപ്പോൾ അധികം ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും കൊച്ചു പിറന്നു 25-ാം തീയതിയാണ് ജനിച്ചത്, അതായത് ഫെബ്രുവരി 2023 25-ാം തീയതി അന്നാണ് നമ്മുടെ അത്തൂസ് നമുക്ക് ഉണ്ടായത്. ഇപ്പോൾ അവൾക്ക് ഏകദേശം 2.5 വയസ്സാവാൻ പോകുന്നു കേട്ടോ. അതിൻ്റെ മുന്നേ അതേ അടുത്ത ഒരു കുഞ്ഞും കൂടി ഉണ്ടാകാൻ പോവാണ്. അടുത്ത മാസമാണ് നമ്മുടെ ഡെലിവറി വന്നിട്ട്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കല്ല ഓൾ ഒന്ന് എനേബിൾ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഗായ്സ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോസായി കാണുന്നവരിക്കും ടാറ്റാ.